അവിടുത്തെ മുഖ്യ ഒപ്പം മത്സരിക്കുന്നതിലെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് ബി ജെ പി ആണ്. ബി ജെ പി ആയിട്ടാണ് ഡയറക്റ്റ് മത്സരം നടക്കുന്നത്. ബി ജെ പിയുടെ ഒരു സമന്വിതമായ നേതാവാണ് വരുന്നത്. ഞാൻ എതിർപക്ഷം എന്ന വാക്ക് ഒരു പാർട്ടിയെപ്പറ്റിയും പറയുന്നില്ല, മറ്റൊരു പക്ഷം എന്ന വാക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊരു പക്ഷത്തുള്ള സ്ഥാനാർത്ഥികളെ ഞാനുമായിട്ടുള്ളൊരു ഓട്ട മത്സരമൊന്നുമല്ല ഇത്. അവർ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ്, അവരുടെ ആശയധാര എന്താണ്, കോൺഗ്രസ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ് എന്നുള്ള ഒരു ആശയങ്ങളുടെ പോരാട്ടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ പാലക്കാടുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ ബോധ്യമുള്ള ആളുകൾ ഉറപ്പായിട്ടും അതിന് തന്നെ മുൻകൈ എടുത്തുകൊണ്ട്, പലപ്പോഴും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പോലെയൊന്നുമില്ല. നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു 5 കിലോമീറ്റർ ഇടത്തോട്ടും വലത്തോട്ടും കടന്നാൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും നമുക്ക് പരിചയമുള്ളവരുമൊക്കെയാണ് എന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിലപാടായിരിക്കും ജനങ്ങൾ എടുക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, അതിനെക്കുറിച്ച് അത്ര വലിയ ആശങ്കകളില്ല. അവിടുത്തെ മുഖ്യ ഒപ്പം മത്സരിക്കുന്നതിലെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് ബി ജെ പി ആണ്. ബി ജെ പി ആയിട്ടാണ് ഡയറക്റ്റ് മത്സരം നടക്കുന്നത്. അത് തന്നെ സാങ്കല്പികം. ശരിയാണല്ലോ. ഞാൻ ഇതിനു മുമ്പും രാഷ്ട്രീയത്തിലുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്ന് പോകാൻ ചോദിക്കാൻ ഞാൻ ഇതിനു മുമ്പില്ലാത്തതുപോലെ അല്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതല്ല, ജയിക്കുന്നതിന് മുമ്പും സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് മുമ്പും എല്ലാം രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുള്ള ആൾ തന്നെയാണ്. അല്ല, പാലക്കാട് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നമ്മൾ ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വികസനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പാർട്ടികളും എല്ലാ കാലത്തും പറയുകയും നമ്മുടെ ഒരു കർത്തവ്യമായിട്ടുള്ളൊരു കാര്യവുമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു നല്ല വികസനം, നമ്മളുടെ കടൽത്തീരം മുഴുവൻ നല്ല ബെഞ്ചൊക്കെ ഒരുക്കി കല്ലിട്ടു. നമ്മൾ ഇന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് മകൻ അമ്മയെ കൊന്നു കുഴിച്ചിട്ടു എന്നുള്ള വാർത്ത കേട്ടിട്ടും അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു സന്തോഷത്തിൻ്റെ പ്രശ്നമുണ്ട്. മനുഷ്യനാണല്ലോ മാനദണ്ഡം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ക്രൈമുകൾ, ലഹരിയുടെ ഒരു ആധിക്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പലപ്പോഴും എല്ലാവരും വികസനത്തെപ്പറ്റി സംസാരിക്കൂ, വികസനത്തെപ്പറ്റി പറയൂ എന്ന് പറയുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് ഓഫ്കോഴ്സ് പറയണം. എല്ലാ കാലത്തും രാജ്യം മുന്നിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. എല്ലാ കാര്യത്തും എല്ലാ പാർട്ടികളും വികസനം എന്ന കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒപ്പം മനുഷ്യൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ, മനുഷ്യന് ഏറ്റവും കാര്യമായി അവനവൻ്റെ സന്തോഷം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തിക്കൊണ്ട് വികസനം മാത്രം ഉയർത്തി കാണിക്കുന്നതിൽ അർത്ഥമില്ല. വികസനത്തിൽ അർത്ഥമില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ മാനസികാരോഗ്യ മേഖല, പലരെയും നമ്മൾ ചോദിക്കുമ്പം ഇപ്പോൾ വന്ദന കൊലക്കേസ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ മാനസികാരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ് പറയുന്നത് കോടതിയിലെത്തുമ്പോൾ. അപ്പം കൃത്യമായിട്ട് ഇങ്ങനെ വേണേൽ പറയാം, ഒരു കൊലകളില്ലാത്തൊരു 10 ദിവസം കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഭയം നമുക്ക് വല്ലാതെ ഉണ്ട്. ഞാൻ ചിലപ്പം പറയും, നമ്മൾ ഓടിക്കുമ്പോൾ വല്ല വാഹനമൊക്കെ എവിടെയെങ്കിലും ഒന്ന് വരഞ്ഞാൽ പോലും എൻ്റെ ഡ്രൈവറോട് പറയും, വെറുതെ ആരോടൊന്നും വർത്താനം പറയാൻ പോകണ്ട. ആരാണ് എപ്പോഴാണ് ഒരു കൂട് പുള്ളുന്നതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലായി നമ്മൾ മൊത്തത്തിൽ സമൂഹത്തിൽ നിൽക്കുന്നത്. അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.